ഗീവ് അവയുടെ വിന്നറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അസ്മാവുലൂസിനെയൊക്കെ റെഡിയാക്കി. അപ്പോൾ ആ വീട് എത്താറായിട്ടുണ്ട്. ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? എത്രയുണ്ട്? 1 മിനിറ്റ് ഉള്ളൂ ലൊക്കേഷൻ. പറ്റുന്ന അത്രയും വീഡിയോ എടുക്കുക. എല്ലാം എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പ് പറയുന്നില്ല. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് അനുസരിച്ചൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ചിലപ്പോ ഞങ്ങൾക്ക് അതൊക്കെ നാവാണ്. അപ്പൊ ഞങ്ങള് ചിലപ്പോ അവിടെ കൊണ്ടേ വെച്ചിട്ട് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് ചിലപ്പോ വീഡിയോ ഒന്നും എടുക്കാണ്ട് പോകും. നോക്കാം, ട്രൈ ചെയ്യാം. ട്രൈ അവർ ബെസ്റ്റ്. ശ്രമിക്കാം. എത്താറായി 1 മിനിറ്റ്. 1 മിനിറ്റ്. യെസ്. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അടുത്തുള്ള വീടാണോ? രണ്ടല വീടൊന്നും കാണാൻ. ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് അവിടെ. ഒരു വാഴത്തോട്ടം പോലെ നിക്കണ ഒരു സ്ഥലം. ഒറ്റ നില വീടാണോ? അതായത് ഒരു ഓടിട്ട വീടാണോ? 2 നിലയില്. തൈക്കാവിന്റെ അത്രയും പോണ്ടല്ലോ. ഞങ്ങള് പോയി വഴിയിൽ ഹോൺ അടിച്ചു നോക്കിയേ, കേക്കണ്ടാ നോക്കിയേ. കണ്ടു ആ വീടാണ്. ആ ബൈക്ക് എങ്ങനെയാ? ഓക്കെ. ബൈക്ക് നിർത്തിയ വീഡിയോ ഇതല്ലായിരിക്കും. ഇതില് 2 വീട്. ഇതില് ഒരു 3 ബൈക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വീടാണ്. ഞാൻ കണ്ടു നിങ്ങൾ കാറിന്റെ ഫ്രണ്ടിൽ നിൽക്കണേ. ഓടിക്കള. ഷജ് പേരെന്തായിരുന്നു? നെജിമാഷി. ജസ്റ്റ് ഒന്ന് കയ്യിൽ കൊടുക്കണോ? ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അല്ല, അത് തുറന്നിട്ട് പറ്റുമോ? അയ്യോ, ഞാനിപ്പോ കണ്ണൂര് പോകുമ്പോ അവിടെ ഒരു കണ്ണൂര് പോകണ്ടേ, അവിടേക്ക് നേരെ തിരിച്ചാ. വീട്ടിലുണ്ടാവുക ഫുൾ ടൈം. അസ്മാവുലൂസിന്റെ 99 പേര് വെച്ചിട്ട് ഞങ്ങള് മൾട്ടിവുഡില് അത് ഫുള്ള് CNC ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിൽ വേറെ ഒരു മൾട്ടിവുഡ് വെച്ചിട്ട് ഇങ്ങനെ 3D പോലെയാക്കും. എന്നിട്ട് ഞങ്ങൾ അക്രിലിക് വെച്ചിട്ട് പൊട്ടിച്ച് ഇങ്ങനെ ആക്കാം. നമുക്ക് എവിടെ വേണേലും വെക്കാം. ലിവിംഗ് റൂമിലോ അങ്ങോട്ട് ഉണ്ടാകാനാണേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ പോലെ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് തന്നെ എടുക്കണ. കിട്ടിയിട്ട് എന്താ അഭിപ്രായം പറയാമോ? നല്ല ഹാപ്പിയാണ്. ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഗീവന്റെ വിന്നറാണ്. ആദ്യമായിട്ടാണ് ഗീവന്റെ വിന്നറാണ്. നല്ല സന്തോഷമുണ്ട്. പങ്കെടുക്കാറുണ്ട് ഇതിന് മുന്നേയൊക്കെ? അതുള്ളതൊക്കെ. പിന്നെ എന്താ വെച്ചാ നല്ലൊരു സംഭവമാണ് ആദ്യമായിട്ട് കിട്ടിയ അസ്മാവുലൂസിനെ. അതിലൊക്കെ നല്ല സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാതെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്തായിരുന്നു? അപ്പൊ ഞാൻ ആകെ കിളികളി നിൽക്കായിരുന്നു. ആയിരിക്കും അത് ഇത് കേട്ടപ്പോ എന്തോ അങ്ങനെ തോന്നിയായിരുന്നു, അതാണ് ചോദിച്ചത്. എന്താ വെച്ചാ നമ്മള് എല്ലാത്തിനും ലൈക്ക് വരുന്ന ഉറപ്പല്ലേ? കാരണം ആർക്കും ലൈക്ക് ഇല്ലാതെ കാണുന്നില്ല. മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുമ്പോ അത് പറഞ്ഞ ലൈക്ക് അടിച്ചിട്ടാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വരണ്ടേ, ഇന്ന ആളെങ്കിലും ലൈക്ക് അടിച്ചു. അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ അതൊക്കെ വിട്ടുക്കണം, ശ്രദ്ധേന്ന് വിട്ടു. കുറച്ച് നാളായി ഇട്ടിട്ട്. അത് കാരണം അയ്യോ പെട്ടെന്നായപ്പോ ആകെ എന്തോ പോലെ. ഇന്നലെ വീട്ടിലേക്കൊക്കെ വിളിച്ചു.
കാക്കുവിന്റെ വീട്ടിക്കൊക്കെ വിളിച്ചു, കാക്കുവിനെ വിളിച്ചു, അങ്ങനെ നല്ല സന്തോഷം. ഓക്കെ, വെള്ളമൊക്കെ തന്നെ. ഉമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ ഉള്ള ഞാൻ അവിടെ എങ്ങനെയാണ് മക്കളൊക്കെ എങ്ങനെ നനക്കടാ എപ്പോഴും കോളാക്കിക്കോ. അനിയത്തി ഒന്ന് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പ്രോഡക്റ്റ്? എങ്ങനെയുണ്ട്? പേരെന്താ? നെഹ്ല. ക്ലാസ് കഴിഞ്ഞപ്പോ 4 മണിയായോ? കോളേജ് ആവുന്നേക്കാൾ വരെ ഉള്ളൂ. അതെ, രാവിലെ തൊട്ടാ. രാവിലെ 9 മണി ടു 1:15 വരെ ഉള്ളൂ. അതല്ലേ, വെള്ളിയാഴ്ച 12:15 വരെ. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഞങ്ങള് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണാം. അത് ഞങ്ങള് എല്ലായിടത്തും കൊണ്ടു കൊടുക്കൊന്നുമില്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഒന്നാമത് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അത് വലിയ സാധനം ആദ്യമായിട്ട് കൊടുക്കണം. അപ്പൊ അത് കൊണ്ടു കൊടുക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ഈ ഒരു റൂട്ട് വരുന്നു. ഈ റൂട്ട് വരേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നോണ്ട് ആണ് നമ്മള് എല്ലാം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനേക്കാളും നല്ല രീതിയിൽ അടിപൊളി പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് അയച്ചു തരും. ഗിവ് അവേ പങ്കെടുത്തിട്ടുണ്ടോ, വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ, 100% കൊടുത്തിരിക്കും. അതില് വേറെ അതിന്റെ ഇടയിൽ വേറെ കൊടുക്കാതിരുന്ന് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, നമ്മൾ കൊടുത്തിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയാ, ഇട്ടിരിക്കും. അപ്പൊ ഞങ്ങൾക്കറിയാലോ എല്ലാരും ഇതിലെല്ലാം കൊടുക്കുന്ന എല്ലാം ഇതുപോലെ സ്റ്റോറി ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില്. പിന്നെ എല്ലാ 100-ല് 89-90% പേർക്ക് അറിയാം നമ്മൾ കൊടുക്കും എന്നുള്ളത്. പിന്നെ കുറച്ച് പേർക്ക് ഇങ്ങനെ എല്ലാത്തിലും ഉണ്ടാവില്ല ഒരു ഡൗട്ട് ഉള്ളവര്. അപ്പോൾ കാരണം ഒരുപാട് ഗിവ് അവേസ് ഒരുപാട് ആൾക്കാരെ ഇട്ടിട്ട് കിട്ടാതിരുന്നവരുണ്ട്. പങ്കെടുക്കാന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു പ്രതീക്ഷ ഉള്ളിൽ വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടുക, കൂടുതൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. എല്ലാവർക്കും ഇപ്പൊ അവരുടെ വീട്ടിലെ സന്തോഷം കണ്ടിട്ട് എനിക്ക് തന്നെ വളരെ സന്തോഷം. ഇനിയും കൂടുതൽ ഗിവ് അവേ ചെയ്യാനാ തോന്നണം. ഒന്നുമില്ല, ഇതുകൊണ്ട് അവരുടെ വലിയ രീതിയിൽ അവർക്ക് ഒന്നും ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുമെന്നൊന്നുമല്ല. പക്ഷെ ഒരു ആൾക്കൊരു സംഭവം നമ്മള് ചെയ്തു കൊടുക്കുന്നു, അവർക്കും പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ അതിലൊരു വാവ് നൈസ് എന്നുള്ള ഒരു ഫീല്, ഒരു സന്തോഷം. നമുക്കും അത് കൊടുത്തു കഴിയുമ്പോൾ ഒരു സെയിം സന്തോഷം തന്നെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇനിയും ഇൻഷാ അല്ലാഹ് കൂടുതൽ ഗിവ് അവേസ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.